പൗത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ജോബിക്ക് എതിരെ സമരം വെച്ചപ്പം ജോബി പറയാണ്, നിങ്ങൾ ഈ കൂട്ടുകൂടിയിരിക്കുന്ന ഇവരുണ്ടല്ലോ, ഇവർ എന്ത് വല്ല കുറ്റം ചെയ്തിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നതെന്നറിയാവോ? ഇവരൊരു കൊലയാളിയാണ്, ഇവളുടെ ഭർത്താവ് ഒരു കൊലയാളിയാണ്, ആരും കാണാതെ ഒളിച്ച് വന്ന് താമസിക്കുകയാണെന്ന് ജോബി പറയാണ്. എന്തായാലും പോലീസിനെ വിളിക്കാം, പോലീസ് വരട്ടെ, അതിനുശേഷം നമുക്ക് ഈ കാര്യങ്ങൾ കൂലിയുടെ കാര്യം സമാധാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ജോബി ഉടനെ പോലീസിനെ വിളിക്കുന്നുണ്ട്. അപ്പം പോലീസിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സാർ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരണം, ഇവിടെ ഒരു കൊലയാളിയും ഭാര്യയും കൂടെ ഒളിച്ച് താമസിക്കുന്നുണ്ട്, അവരെ പിടിക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ വരാമെന്ന് പോലീസ് ഏറ്റതിന് ശേഷം ജോബി ഫോൺ വെക്കുകയാണ്. അപ്പം ജോബി പറയുകയാണ് വേദയെടുത്ത്, എന്തായാലും നീയായിട്ട് തുനിഞ്ഞിറങ്ങിയല്ലേ, എന്നെങ്കിൽ ഇനി ഇതിന് സമാധാനം ഉണ്ടാക്കിയിട്ട് നീ ഈ തൊഴിലാളികളുടെ പ്രശ്നത്തിൽ കൈകടത്തിയാൽ മതിയെന്ന് പറയാണ്. അപ്പം വേദ പറയാണ്, എന്തായാലും ഈ പറയുന്ന പോലെ ഒരു കുറ്റവും ചെയ്തിട്ടല്ല ഞങ്ങളിവിടെ വന്ന് താമസിക്കുന്നത്. പോലീസ് വരട്ടെ, പോലീസ് വരുമ്പോൾ പോലീസിനടുത്ത് എന്ത് പറയണമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെ നിന്നെ അങ്ങനെ വെറുതെ വിടാൻ എന്തായാലും തീരുമാനിച്ചിട്ടില്ല. ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും ഈ പാവപ്പെട്ട തൊഴിലാളിയെ പറ്റിക്കുന്ന നിന്നെ വെറുതെ വിടാൻ എന്തായാലും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. പോലീസ് വരട്ടെ, അപ്പോൾ നിനക്കെതിരെയും ഞങ്ങൾ കേസ് തരുന്നുണ്ട്, ഇത്രയും തൊഴിലാളിയെ പറ്റിച്ച് നീ കാശുണ്ടാക്കുന്ന നിനക്കെതിരെയും ഞങ്ങൾ കേസ് കൊടുക്കുന്നുണ്ടെന്ന് പറയുകയാണ് വേദ. അപ്പം ജോബി പറയാണ്, എന്തായാലും നിൻ്റെ തൻ്റെയുടെ സമ്മതിക്കാതിരിക്കാൻ വേണ്ട, ഈ പ്രശ്നത്തിനിടയ്ക്കും നീ ഇത്രയും ധൈര്യത്തോടെ സംസാരിക്കുന്നുണ്ടല്ലോ, വരട്ടെ, നിൻ്റെ ഭർത്താവിനെ പൊക്കിക്കൊണ്ട് പോകുമ്പോൾ നിൻ്റെ ഈ അഹങ്കാരം അങ്ങ് തീരുവാണ്. മോളി ചേച്ചി പറയാണ്, അത് സാറ് പോലീസ് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, ഞങ്ങളുടെ കാര്യത്തിൽ സാർ തീരുമാനം ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ, ഇത്രയും കാലം ഞങ്ങളെ പറ്റിക്കുകയായിരുന്നെന്ന് മോളി ചേച്ചി ചോദിക്കുകയാണ്. അപ്പോൾ ജോബി പറയാണ്, ഇവളുടെയൊക്കെ വാക്ക് കേട്ട് മോളി ചേച്ചി ആവശ്യമില്ലാതെ എന്നോട് സംസാരിക്കാൻ വരില്ലേ, ജോലി ഇല്ലാതായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അറിയാലോ, എല്ലാവരുടെയും വീട് പട്ടിണിയാവും, അത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ എന്ന് പറയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാവുന്നുണ്ട്. അപ്പം വേദ പറയാണ്, അതൊന്നും പറഞ്ഞ് സാറ് പേടിപ്പിക്കല്ലേ, കമ്പനി മൊത്തവും കാശും തരുന്നുണ്ട്, അതിൽ മുക്കുന്നത് സാറാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം കമ്പനിയിൽ ഈ കാര്യം എത്തിക്കഴിഞ്ഞാൽ സാറിൻ്റെ ജോലി ആദ്യം തീർക്കും, അത് ഓർമ്മയുണ്ടല്ലേ, ബാക്കി കാര്യം എന്താണെന്ന് വെച്ചാൽ അറിയാൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് വേദയും മോളിച്ചേച്ചിയൊക്കെ സമരം വെക്കുകയാണ്. അതിനുശേഷം എന്തായാലും നിങ്ങൾ പറഞ്ഞ പോലെ ഇതിനൊരു തീരുമാനം ഞാൻ ഉടനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ജോബി അവരെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാം പിരിഞ്ഞ് വീട്ടിൽ പോകുന്നുണ്ട്. പക്ഷേ ജോബി അറിയിച്ച പ്രകാരം പോലീസ് വരുന്നുണ്ട്. പോലീസ് ജോബിയെ വന്ന് കാണുന്നുണ്ട്. ജോബി പറയുന്നുണ്ട്, ഞാനൊരു സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്, ഇങ്ങനെ കൊലയാളിയായിരുന്നു അവർ രണ്ടുപേരും, ഒരു വർഷത്തിന് മുമ്പ് കല്യാണം കഴിച്ച് ഇവിടെ വന്ന് ഒളിച്ച് താമസിക്കുകയാണെന്ന്. അപ്പം പോലീസ് പറയുന്നുണ്ട്, ജോബി നമ്മൾ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടെന്നും പറഞ്ഞുകൊണ്ട് അത് സത്യമാവണമെന്നില്ല, മാത്രവുമല്ല സോഷ്യൽ മീഡിയയിൽ പലതും ശരിയാണ് തെറ്റാണ്, അപ്പോൾ അത് കണ്ടുകൊണ്ട് അയാളൊരു കൊലപാതകിയാണെന്നോ ഇവിടെ വന്ന് ഒളിച്ച് താമസിക്കുന്നത് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റത്തില്ല. എന്തായാലും അവരുടെ ഡീറ്റെയിൽസ് എല്ലാം നീ തന്നല്ലോ, ഞാൻ അന്വേഷിക്കട്ടെ, അന്വേഷിച്ചിട്ട് ബാക്കി കാര്യം ചെയ്യാം, അല്ലാതെ നീ പറയുന്ന ഉടനെ ചെന്ന് അവരെ അറസ്റ്റ് ചെയ്യാനോ അവരെ പിടിച്ചോണ്ട് പോകാനൊന്നും പറ്റത്തില്ല. പറയുന്ന പോലെ അവർ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടാണ് ഇവിടെ വന്ന് താമസിക്കുന്നതെന്ന് നമുക്ക് അറിയണമല്ലോ. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലെന്നും പറയുന്ന പകുതി സത്യമല്ല. എന്തായാലും ഇതൊന്നും കേട്ടിട്ട് അവർക്കൊരു കുലുക്കവും ഇല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും കാര്യം കാണും, അപ്പോൾ ഇത് ചിലപ്പോൾ പകുതിയും സത്യമാവണമെന്നില്ല എന്ന് പറയാണ്. അപ്പോൾ ജോബി പറയാണ്, അവൾ എന്നോട് തർക്കിച്ച് തന്നെ നിൽക്കുകയാണ്, അതിൽ പറയുന്നതെല്ലാം കള്ളത്തരമാണ്, എൻ്റെ ഭർത്താവ് ആരെയും കൊന്നിട്ടില്ലെന്ന്. അപ്പം എസ് ഐ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ അന്വേഷിക്കട്ടെ, അതിനുശേഷം വേണ്ട നടപടികൾ എടുക്കാം എന്ന് പറയാണ്. ഈ സമയത്ത് വൈകിട്ട് വേദ വരുമ്പം കാര്യങ്ങളൊക്കെ വിക്രത്തിനോട് പറയുന്നുണ്ട്. വിക്രം പറയാണ്, ഇനി പോലീസ് എങ്ങാനും വന്ന് നമ്മളെ അറസ്റ്റ് ചെയ്യുമോ എന്ന് വിക്രം വേദയെടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയാണ്, അത്രയും പെട്ടെന്ന് അവരൊന്നും വന്ന് ചെയ്യത്തില്ല, കാരണം ഈ പറയുന്ന കേസ് സത്യമാണോ ഇല്ലയോ എന്ന് അവർ അന്വേഷിക്കും, ഇതെന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ അടുത്ത് എത്തത്തുള്ളൂ, എന്തായാലും നോക്കാം എന്ന് വേദ പറയുന്നുണ്ട്. അപ്പം വിക്രം പറയുന്നുണ്ട്, ഞാൻ അച്ഛനോടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അച്ഛനാണെങ്കിൽ കമ്പനി കാര്യം അറിയിക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും നമുക്കൊരു സ്വസ്ഥതയില്ലല്ലോ വിക്രം, എവിടെ ചെന്നാലും നമുക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് വേദ പറയുകയാണ്. വിക്രം പറയുന്നത്, നമ്മളത് പ്രതീക്ഷിച്ചല്ലേ ഈ കാര്യം, തൊഴിലാളിയുടെ പ്രശ്നം അവൻ്റെ മുന്നിൽ ഉന്നയിക്കുമ്പോൾ ഇവൻ ഇതെടുത്തിടുമെന്ന് നമുക്ക് ഉറപ്പല്ലേ, നമുക്കറിയാമായിരുന്നല്ലോ എന്ന് വിക്രം പറയുന്നുണ്ട്. വേദയെടുത്ത് ചോദിക്കുന്നുണ്ട്, മോളി ചേച്ചി എന്താ പറഞ്ഞത്? മോളി ചേച്ചി പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, ആണോ ഇതൊക്കെ സത്യമാണോ എന്ന് മാത്രം എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു അല്ല എന്ന് മാത്രം പറഞ്ഞു. അതിനുശേഷം അച്ഛനാണെങ്കിൽ മൈക്കിൾ അച്ഛനാണെങ്കിൽ കാര്യങ്ങളെല്ലാം കമ്പനിയെ അറിയിക്കുന്നുണ്ട്. തൊഴിലാളികളെല്ലാം അറിഞ്ഞ്
ഈ മാനേജറിൻ്റെ ബംഗ്ലാവിൽ വന്ന് സമരവും മറ്റുമൊക്കെ വെക്കുന്നുണ്ട്. അവസാനം അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അയാൾ പെട്ട അവസ്ഥയിലാണ്. കൂടെ മൈക്കിൾ അച്ഛനും ഉണ്ട്. എന്തായാലും അയാളുടെ കള്ളത്തരമെല്ലാം പൊളിയുന്നൊരവസ്ഥയായി. അങ്ങനെ വേദയും വിക്രമൊക്കെ വിചാരിച്ചതുപോലെ തന്നെ മാനേജറിൻ്റെ ജോലി പോയിരിക്കുകയാണ്. മാത്രവുമല്ല അന്വേഷണ വിധേയം കമ്പനിയാണെങ്കിൽ ആളും വരുന്നുണ്ടെന്ന് അറിഞ്ഞ്. അപ്പോൾ വേദ വിക്രത്തിൻ്റെ ആ കാര്യം അറിയിക്കുന്നുണ്ട്. എന്തായാലും അന്വേഷണമായിട്ട് ഒരാൾ കമ്പനിയിൽ നിന്ന് വരുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞ് എന്തായാലും ആ ജോബിയുടെ കള്ളത്തരമെല്ലാം പൊക്കിയതോടെ ഇനി തൊഴിലാളിക്ക് കുറച്ച് വേതനമൊക്കെ കൂടുതൽ കിട്ടും എന്ന് പറയാണ്. അവരുടെ പാവപ്പെട്ടവരുടെ കാശ് കൈയിട്ട് വാരിയ അവൻ ഇത്രയും കാലം നടന്നിരുന്നതെന്ന് വേദ പറയാണ്. വിക്രം പറയാണ്, എന്തായാലും കമ്പനി അന്വേഷിക്കാനും മൈക്കിൾ അച്ഛനോടോട്ടുണ്ട് ഇതിനൊരു പരിഹാരം ആവുകയും ചെയ്തല്ലോ എന്ന് വിക്രവും വേദയും ഇങ്ങനെ സംസാരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കും അനിയും കുട്ടൻ്റെ അസുഖമൊന്നും മാറുന്നില്ല. ഇനിയും മാറാനാണെങ്കിൽ എടുക്കുമോ എന്നുള്ള ടെൻഷനിലൊക്കെ അവർക്കുണ്ട്. അതിനുശേഷം പിറ്റേന്ന് തന്നെ തേയിലത്തോട്ടത്തിൽ വേദ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കാറിൽ വന്ന് ഇറങ്ങിയാണ്. ഇറങ്ങുന്ന ആളെ കണ്ട് വേദ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. വീണ്ടും വേദ ഒന്നും കൂടെ നോക്കുന്നുണ്ട്. വേദയ്ക്ക് നല്ല പരിചയമുള്ള മുഖം. പക്ഷേ അയാൾക്ക് കാലിന് നല്ല സുഖമില്ല. കാലിന് സുഖമില്ലാതെ അയാൾ ഉടന്തിയാണ് നടക്കുന്നത് തന്നെ. അപ്പോൾ വേദ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. എവിടെയോ പരിചയമുണ്ടെന്ന് വേദയ്ക്ക് മനസ്സിലുണ്ട്. അങ്ങനെ ഓർത്തെടുക്കുമ്പോൾ പണ്ട് വേദയും വിക്രവും കല്യാണം കഴിക്കാൻ കാരണക്കാരനായ ആ ചെറുപ്പക്കാരൻ. വേദ ഇങ്ങനെ പഴയ കാര്യമൊക്കെ ആലോചിക്കുകയാണ്. ആ കല്യാണത്തിന് ആ ചെറുക്കൻ സ്നേഹിച്ച പെണ്ണിനെ താലി കെട്ടാൻ നേരത്താണ് വിക്രം വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കിയതും വേദ ഇടപെട്ടതും അവസാനം ആ താലിയെടുത്ത് വേദയെ കെട്ടുന്നതും ഒക്കെ ഉണ്ടായ കാര്യം വേദ ഇങ്ങനെ ആലോചിക്കുകയാണ്. വേദ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ആ സമയത്ത് ആ പയ്യൻ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, ഇപ്പോൾ എന്ത് പറ്റി എന്നൊക്കെ വേദ ചിന്തിക്കുന്നുണ്ട്. അതിനുശേഷം വൈകിട്ടായപ്പോഴത്തേക്ക് നേരെ വിക്രത്തിൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ വിവാഹത്തിന് കാരണക്കാരനായ ആ പയ്യന് ഇന്ന് ഞാൻ എസ്റ്റേറ്റിൽ കണ്ട്. അപ്പം വിക്രം ചോദിക്കണം, അയാളോ? അത് തന്നെ. അന്ന് ആ വിവാഹം അവർ തമ്മിൽ പ്രണയിച്ച് അവരുടെ വിവാഹം നടന്നുകൊണ്ടിരുന്നപ്പോഴല്ലേ വിക്രം വന്ന് പ്രശ്നം ഉണ്ടാക്കിയതും ഞാൻ ഇടയ്ക്ക് വന്ന് കയറിയതും ആ താലിയെടുത്തല്ലേ എന്നെ കല്യാണം കഴിച്ചത്. അങ്ങനെ നമ്മുടെ വിവാഹം നടന്ന് അന്ന് കണ്ട ആ പയ്യൻ അവൻ തന്നെയാണ് ഞാൻ എസ്റ്റേറ്റിൽ കണ്ടത്. ആ പയ്യനെ അത്ര പെട്ടെന്ന് നമുക്ക് മറക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ ഇപ്പോൾ ഞാൻ കാണുമ്പോൾ അവൻ്റെ കയ്യിലൊരു ഊന്നുവടിയും കൂടെ ഉണ്ടായിരുന്നു. അവന് കാലിന് നല്ല സുഖമില്ല എന്ന് വേദ പറയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് വിക്രത്തിനൊരു വിഷമമാകുന്നുണ്ട്. എന്താ വിക്രം, എന്തെങ്കിലും കാര്യമുണ്ടോ? അത് അന്ന് ആ സംഭവം ഉണ്ടായതിന് ശേഷം ആ പയ്യനാണെങ്കിൽ ആ പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിച്ചു. അതിന് ശേഷം ഞാൻ ആ പയ്യൻ്റെ കാല് തല്ലി ഒടിച്ചായിരുന്നു എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വേദന ഞെട്ടുകയാണ്. എന്താ വിക്രം ഈ പറയുന്നത്? അതേ തന്നെ, അവർക്കിഷ്ടമില്ലാത്ത വിവാഹം, അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമില്ലാത്ത വിവാഹമാണ് അന്ന് അവിടെ നടന്നത്. അപ്പം അവനോട് കല്യാണം കഴിക്കില്ലെന്ന് ആ പെൺകുട്ടി കെട്ടില്ലെന്ന് പറഞ്ഞിട്ടും കെട്ടി. അതിൻ്റെ പ്രതികാരം എന്നോണം ഞാൻ അതിനുശേഷം വിവാഹത്തിന് ശേഷം അവൻ്റെ കാല് തല്ലി ഒടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരിക്കലും അവർക്ക് നല്ലൊരു ജീവിതം, അവർ വിചാരിച്ച പോലെ സന്തോഷമായൊരു ജീവിതം ഉണ്ടാവില്ലെന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് വിക്രം പറയാണ്. അപ്പം വേദ പറയാണ്, എന്ത് പാവമാണ് വിക്രം ഈ ചെയ്ത് കൂട്ടിയിരിക്കുന്നത്. അവരുടെ മുന്നിൽ ചെന്ന് ഇനി നമുക്ക് നിൽക്കാൻ പറ്റുമോ? നമ്മളെ കാണുമ്പോൾ എന്ത് രീതിയിലായിരിക്കും അവർ കരുതുക എന്ന് പറയുകയാണ്. ഇപ്പം അതൊക്കെ ഓർക്കുമ്പോൾ കുറ്റബോധം തോന്നുന്നു വേദ. ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് വിക്രം പറയാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ തന്നെ അവർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലേക്ക് ചെല്ലാം. ആ ബംഗ്ലാവിലാണെന്ന് തോന്നുന്നു അവർ താമസിക്കുന്നത്. നമുക്ക് നാളെ തന്നെ അവരെ കാണാൻ ചെല്ലാം എന്ന് പറയുകയാണ്. അങ്ങനെ വിക്രമാണെങ്കിൽ സമ്മതിക്കുന്നില്ല. എന്നാൽ അവസാനം വേദ പറഞ്ഞറിഞ്ഞ് വിക്രത്തെ സമ്മതിപ്പിക്കുന്നുണ്ട്. വിക്രം ചെയ്ത തെറ്റിന് അവരുടെ മുന്നിൽ ചെന്ന് ഒരു വട്ടമെങ്കിലും ക്ഷമയായിരിക്കണം. അവരെ ക്ഷമിച്ചാൽ വിക്രത്തിന് ഒരു സമാധാനം ജീവിതത്തിൽ കിട്ടത്തുള്ളൂ എന്ന് പറയുന്നു. അത് മാത്രമല്ല ആ പെൺകുട്ടിയും ഇപ്പം അയാളുടെ കൂടെ ഉണ്ടോ നമ്മൾ അന്വേഷിക്കണം എന്ന് പറയാണ്. അങ്ങനെ വേദയും വിക്രവും കൂടെ നേരെ രാവിലെ അങ്ങോട്ട് ചെല്ലുവാണ്. അവർ താമസിക്കുന്ന ബംഗ്ലാവിൽ ചെല്ലുമ്പോൾ വേദയും വിക്രത്തെ കാണുമ്പം തന്നെ അയാളൊന്ന് ഞെട്ടുന്നുണ്ട്. വേദയാണെങ്കിൽ അയാളടുത്ത് ചോദിക്കുന്നുണ്ട്, ഞങ്ങളെ മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അയാൾ വിക്രത്തെ ഇങ്ങനെ നോക്കിയിട്ട് പറയുകയാണ്, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു മുഖമല്ലേ ഇത്, അത് ഞാൻ അത്ര പെട്ടെന്ന് മറക്കുമോ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ ജീവിതം മാറ്റിമറിച്ച വ്യക്തി എന്ന് അയാൾ പറയുകയാണ്. അപ്പം വിക്രം ഇങ്ങനെ തലകുനിച്ചിരിക്കുകയാണ്. അപ്പോൾ വേദ പറയാണ്, അത് അന്ന് സംഭവിച്ചു പോയതാ. ഇപ്പം വിക്രത്തിന് കുറ്റബോധമുണ്ട്. മാത്രമല്ല ഞങ്ങളുടെ വിവാഹവും അന്നാണ് നടന്നത്. അറിയാലോ, അന്ന് നിങ്ങളുടെ വിവാഹത്തിന് വന്നപ്പോൾ ആ വിവാഹം എതിർത്ത് വിക്രത്തിനോട് ഞാൻ വഴക്കുണ്ടാക്കി. അന്ന് നിങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ചല്ലേ വിക്രം എന്നെ വിവാഹം കഴിച്ചത്. അതിനുശേഷം സ്വാഭാവികമായിട്ട് ഞാൻ ഭാര്യയായി മാറി വിക്രത്തിൻ്റെ. അങ്ങനെ ഞാൻ വിക്രത്തിൻ്റെ വീട്ടിലേക്കായിരുന്നു. അതിനുശേഷം വിക്രത്തിന് നല്ല മാറ്റമൊക്കെ ഉണ്ടായി. ഇപ്പോൾ ഇവിടെ വെച്ച് നിങ്ങളെ കാണാനിടയായി. അപ്പോഴാണ് പഴയ കാര്യങ്ങളൊക്കെ ഓർത്തത്. ഞാൻ വിക്രത്തിനോട് പറഞ്ഞപ്പോൾ വിക്രമാണ്
നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ദുരന്തമുണ്ടാക്കിയ കാര്യം എന്നോട് പറഞ്ഞത്. ഞാൻ അതിന് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഇപ്പം വിക്രത്തിനും നിങ്ങളോട് ക്ഷമ ചോദിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് വേദ പറയാണ്. അപ്പം അയാൾ പറയാണ്, നിങ്ങൾ എൻ്റെ കൺമുൻപിൽ പോലും വരല്ലേ. ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ വെറുത്ത ആളാണ് ഇയാൾ. എൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. ഞങ്ങൾക്ക് സന്തോഷകരമായൊരു ജീവിതം ഈ ജന്മത്തുണ്ടാവില്ലെന്ന് വിചാരിച്ച് ഇയാൾ ഞങ്ങളോട് ചെയ്ത ക്രൂരത അത് സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറയാണ്. ഇതൊക്കെ കേട്ടുകൊണ്ടാണ് ഭാര്യ അകത്തുനിന്ന് ഇറങ്ങി വരുന്നത്. അപ്പം അന്ന് അയാൾ താലി കെട്ടി ആ പെൺകുട്ടി തന്നെ വേദയാണെങ്കിൽ ആ കുട്ടിയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഞങ്ങളെ അന്വേഷിച്ച് വരില്ലെന്ന് അയാൾ പറയാണ്. നിങ്ങളെ കാണുന്നത് പോലും ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കറുത്ത നിഴൽ മാത്രമാണ് ഇയാൾ. അതുകൊണ്ട് അത് ഇനിയും കാണണമെന്ന് താല്പര്യമില്ല. നിങ്ങൾക്ക് ഇറങ്ങിപ്പോവാം എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് അയാൾ അങ്ങ് കയറി പോവുകയാണ്. വേദ പുറകെ വിളിക്കുന്നുണ്ട്. പക്ഷേ അയാൾ മൈൻഡ് ചെയ്യാതെ കയറി പോവുകയാണ്. അപ്പം അയാളുടെ പുറകെ ചെല്ലുമ്പോഴത്തേക്ക് അയാൾ പെട്ടെന്ന് ഡോറങ്ങ് വലിച്ചടയ്ക്കുകയാണ്. അത് വേദയ്ക്കും വിക്രത്തിനും വലിയ വിഷമമാവുന്നുണ്ട്. ഭാര്യയാണെങ്കിൽ ഈ സമയത്ത് അകത്തിരുന്ന് സങ്കടത്തോടെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. അയാൾക്കും നല്ല വിഷമമുണ്ട്. ഈ വേദയും വിക്രവും പുറത്ത് തന്നെ സങ്കടത്തോടെ നിൽക്കുകയാണ്. കാരണം അയാൾ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന് ഇപ്പം വിക്രത്തിനും വേദയ്ക്കും നല്ലോണം അറിയാം. അവരെ ജീവിതം മാറ്റിമറിച്ചത് വിക്രം തന്നെയാണെന്ന് വിക്രത്തിന് നല്ല ഉറപ്പുണ്ട്. ക്ഷമ ചോദിക്കാനല്ലേ പറ്റത്തുള്ളൂ എന്ന് വിക്രം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്തായാലും അയാൾ അത്ര വലിയ ഡോർ അടച്ച് കയറി പോകുമ്പോഴത്തേക്ക് നന്നായിട്ട് വിഷമത്തോടെ വിക്രവും വേദയും ആ പടി ഇറങ്ങുകയാണ്. എന്തായാലും ഇത് പാപത്തിൻ്റെ ഫലമായിട്ടെന്നോണം ഈ ഓട്ടം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് വിക്രവും വേദയും.